അടുത്തതായിട്ട് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് ചാർജ് ഓഫ് GST എന്ന ചാപ്റ്ററിലാണ്. ചാർജ് ഓഫ് GST എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുള്ളവർക്കറിയാം, പ്രധാനമായും 2 സെക്ഷനാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്, സെക്ഷൻ 9 ആൻഡ് സെക്ഷൻ 10. ഇതിൽ സെക്ഷൻ 10 കോമ്പോസിഷൻ സ്കീം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കോമ്പോസിഷൻ സ്കീം എന്താണെന്നുള്ളത്, ഇറ്റ്സ് ആൻ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് പേയിങ് ടാക്സ് GST പേ ചെയ്യുവാനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. ആർക്കാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് കോമ്പോസിഷൻ സ്കീം പ്രകാരം ടാക്സ് പേ ചെയ്യുക, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അതിലൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. എന്താണ് ആ അമെൻമെൻറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. കോമ്പോസിഷൻ സ്കീമിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ചില വ്യക്തികൾക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് ആർക്കാണ്? ചില പ്രത്യേക പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏതൊക്കെ പ്രോഡക്റ്റാണത്? ഐസ്ക്രീം ആൻഡ് അതർ എഡിബിൾ ഐസ്, ഭക്ഷ്യയോഗ്യമായ ഐസ് ഓർ ഐസ്ക്രീം, പാൻ മസാല, ടൊബാക്കോ ആൻഡ് ടൊബാക്കോ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ്. അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അതിലേക്ക് ഒരു അഡീഷൻ കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് ചേർത്തു. അതാണ് പുതുതായിട്ട് വന്ന അമെൻമെൻറ്റ്. സോ അവിടെ പറയുന്ന ഇതാണ്, മാനുഫാക്ചറർ ഓഫ് എയറേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ് ഡ്രിങ്ക്സ് ലൈക്ക് സോഡ, പെപ്സി, കൊക്കക്കോള, ഇങ്ങനെയൊക്കെയുള്ള ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എയറേറ്റഡ് വാട്ടർ എന്ന് പറയും. അപ്പോൾ എയറേറ്റഡ് വാട്ടർ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും അതുപോലെ തന്നെ സപ്ലയേഴ്സ് ഓഫ് എയറേറ്റഡ് വാട്ടർ, അങ്ങനെ ഒരു വാക്ക് കൂടി ഉപയോഗിക്കുന്നുണ്ട്. So manufacturer of aerated water and suppliers of aerated water are not eligible to opt for composition scheme. ഇതാണ് കോമ്പോസിഷൻ സ്കീമിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. ഇതേ ചാപ്റ്ററിൽ വന്നിരിക്കുന്ന മറ്റൊരു അമെൻമെൻറ്റ് 9 സബ്സെക്ഷൻ 3ലാണ്. 9 സബ്സെക്ഷൻ 3 റിവേഴ്സ് ചാർജ് മെക്കാനിസത്തെ പറ്റിയാണ് പറയുന്നത്. 9 സബ്സെക്ഷൻ 3ൽ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി റെഫർ ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നമ്പർ 13/2017, വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷനിൽ ലിസ്റ്റ് ഓഫ് സർവീസസ് കൊടുത്തിട്ടുണ്ട്. ആ സർവീസുകൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പ്രൊവൈഡ് ചെയ്താൽ അവിടെ റിവേഴ്സ് ചാർജ് മെക്കാനിസമാണ് ആപ്ലിക്കബിൾ ആവുക. അതായത് സപ്ലയർക്കായിരിക്കത്തില്ല ലൈബിലിറ്റി വരുന്നത്, പകരം റെസിപ്പിയൻറ്റിനായിരിക്കും. അതിലെ ആ ലിസ്റ്റ് പഠിക്കുമ്പോൾ നമുക്കറിയാം, അതിലൊരു 9ാമത്തെ പോയിന്റ്, ക്ലോസ് നമ്പർ 9, അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഒരു ഓഥർ, എഴുത്തുകാരൻ, ഒരു ഫോട്ടോഗ്രാഫർ, ഒരു മ്യൂസിക് കമ്പോസർ, ഒരു ആർട്ടിസ്റ്റ്. ഒരു എഴുത്തുകാരൻ, ഫോട്ടോഗ്രാഫർ, അതുപോലെ തന്നെ ആർട്ടിസ്റ്റ്. മ്യൂസിക് കമ്പോസർ, ആർട്ടിസ്റ്റ്, അവരുടെ സൃഷ്ടികൾ, ഒരു എഴുത്തുകാരൻ തൻ എഴുതിയ കഥയോ സാഹിത്യമോ എന്തോ ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ഒരു മ്യൂസിക് കമ്പോസർ താൻ ചിട്ടപ്പെടുത്തിയ ഗാനം, അതുപോലെ ഒരു ആർട്ടിസ്റ്റ് തൻ്റെ കലാസൃഷ്ടി, ഒരു ഫോട്ടോഗ്രാഫർ താൻ പകർത്തിയ ചിത്രം, ഇവയുടെ മേളിൽ അവർ കോപ്പി റൈറ്റ് എടുക്കാൻ അവർക്ക് അർഹതയുണ്ട്. ഈ കോപ്പി റൈറ്റ് ഇവർ പ്രസാധകർക്ക് കൈമാറും. അതായത് ഇവരുടെ എഴുത്തോ ചിത്രമോ അല്ലെങ്കിൽ മ്യൂസിക്കോ ഒക്കെ പ്രസിദ്ധപ്പെടുത്തുവാനുള്ള പബ്ലിഷിംഗ് ഹൗസസിന് കൈമാറും. അപ്പോൾ അങ്ങനെ കോപ്പി റൈറ്റ് കൈമാറുമ്പോൾ അത് സപ്ലൈ ഓഫ് സർവീസായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ സപ്ലൈ ഓഫ് സർവീസിന് റിവേഴ്സ് ചാർജ് മെക്കാനിസമാണ് ആപ്ലിക്കബിൾ ആവുക. ഇത് ക്ലോസ് നമ്പർ 9ൽ പറയുന്നതാണ്, നോട്ടിഫിക്കേഷൻ നമ്പർ 13/2017. ഇപ്പോൾ ആ പോയിന്റിൽ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. എന്താണ് അമെൻമെൻറ്റ്? ആ 4 കാറ്റഗറി ആൾക്കാർ, ഒരു ഓഥർ, ഒരു മ്യൂസിക് കമ്പോസർ, ഒരു ഫോട്ടോഗ്രാഫർ, ഒരു ആർട്ടിസ്റ്റ്, ഈ 4 പേരുടെ കാര്യത്തിൽ നിന്ന് നമ്മുടെ ആദ്യത്തെ ആളായ ഓഥറിനെ അങ്ങ് മാറ്റി. ഇപ്പോൾ ആ ലിസ്റ്റിൽ ആരില്ല? ഓഥർ ഇല്ല. അപ്പോൾ ഓഥർ ഇനി തൻ്റെ എഴുത്ത് ഒരു പബ്ലിഷിംഗ് ഹൗസിന് കൈമാറിയാൽ ആ ആക്ടിവിറ്റിക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം അല്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ അമെൻമെൻറ്റ് പറയുകയാണ്, ഓഥറിനെ ക്ലോസ് നമ്പർ 9ൽ നിന്ന് മാറ്റി അദ്ദേഹത്തിനായിട്ട് പുതിയൊരു ക്ലോസ് പ്രത്യേകം ക്രിയേറ്റ് ചെയ്തു, ക്ലോസ് നമ്പർ 9A. അപ്പോൾ ആ 9A എന്ന് പറയുന്ന ക്ലോസ് പറയുന്ന ഇതാണ്, സെയിം സംഭവം തന്നെയാണ്. ഓഥർക്ക് തൻ്റെ എഴുത്ത് പ്രസാധകർക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റി അല്ലേ, അതിൻ്റെ കോപ്പിറൈറ്റ് കൈമാറുന്നത് റിവേഴ്സ് ചാർജ് മെക്കാനിസം വരുന്ന സപ്ലൈ തന്നെയാണ്. എന്നാൽ അവിടെ നമ്മുടെ ഓഥർക്ക് ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഓഥർ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഓഥർക്ക് വേണമെങ്കിൽ ഫോർവേഡ് ചാർജ് മെക്കാനിസം ഫോളോ ചെയ്യാം.
എന്ന് പറഞ്ഞാൽ ഓതർക്ക് വേണമെങ്കിൽ സ്വയം ടാക്സ് ലയബിലിറ്റി പേ ചെയ്യുവാനുള്ള ലയബിലിറ്റി ഏറ്റെടുക്കാം. ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്ത് ചെയ്യാം, ഏറ്റെടുക്കാം. അതായത് അവർക്ക് എഴുത്തുകാരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടയ്ക്കാം. ഇപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടൊരു കാര്യമല്ല. ഇനി മുതൽ എഴുത്തുകാരുടെ കാര്യത്തിൽ എഴുത്തുകാർ തൻ്റെ കോപ്പിറൈറ്റ് കൈമാറുമ്പോൾ റെസിപ്പിയൻ്റ് ആയിട്ടുള്ള പബ്ലിഷിംഗ് ഹൗസസിൽ നിന്ന് ടാക്സ് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഇനി മുതൽ കളക്ട് ചെയ്യാം. അവിടെ റിവേഴ്സ് ചാർജ് മെക്കാനിസം റെമൻഡായിട്ട് ആപ്ലിക്കബിൾ ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ മറ്റു 3 പേരുടെ കാര്യത്തിലും ക്ലോസ് 9 നിലനിൽക്കും. ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം 9A എന്ന് പറയുന്ന പുതിയൊരു ക്ലോസ് വന്നിട്ടുണ്ട്. സോ ഈ ക്ലോസ് പ്രകാരം ഒന്നുകിൽ അദ്ദേഹത്തിന് റിവേഴ്സ് ചാർജ് മെക്കാനിസം ഓപ്റ്റ് ചെയ്യാം, അല്ല എങ്കിൽ ഫോർവേഡ് ചാർജ് മെക്കാനിസം ഓപ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു തവണ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 വർഷക്കാലം മുഴുവൻ അദ്ദേഹം അത് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അടുത്ത വർഷം അദ്ദേഹത്തിന് മാറാം. പക്ഷേ ഈ വർഷം ഒരു തവണ ഫോർവേഡ് ചാർജ് മെക്കാനിസം ഓപ്റ്റ് ചെയ്താൽ ആ ഒരു വർഷം മുഴുവൻ ഫോർവേഡ് ചാർജ് മെക്കാനിസം ആയിരിക്കണം. അദ്ദേഹം ഇഷ്യൂ ചെയ്യുന്ന ബില്ലിനകത്തും ഇൻവോയ്സിനകത്തൊക്കെ ടാക്സ് ഇൻവോയ്സ് അദ്ദേഹം ഇഷ്യൂ ചെയ്യും, താൻ ലയബിലിറ്റി ഏറ്റെടുക്കുകയാണെന്നുള്ള ഡിക്ലറേഷൻ ഉണ്ടായിരിക്കുകയും വേണം. ഓക്കെ, ഇതാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന റിവേഴ്സ് ചാർജിൽ വന്നിരിക്കുന്ന ഒരു അമെൻമെൻറ്റ്. ഇതേ നോട്ടിഫിക്കേഷൻ നമ്പർ 13/2017 പുതിയ 2 ക്ലോസസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് നമ്പർ 15, ക്ലോസ് നമ്പർ 16. അത് പുതിയതായിട്ട് ആഡ് ചെയ്ത് ചേർത്ത കാര്യങ്ങളാണ്. അതിലാദ്യം ക്ലോസ് നമ്പർ 15 എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ക്ലോസ് നമ്പർ 15 പറയുന്നത് റെൻറ്റിങ് ഓഫ് മോട്ടോർ വെഹിക്കിൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നു. വാഹനം വാടകയ്ക്ക് കൊടുക്കുന്നു. ആർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്ത് ടൈപ്പിലുള്ള വാഹനമാണ് എന്ന് നോക്കാം. ദ മോട്ടോർ വെഹിക്കിൾ മെന്റ് ടു ക്യാരി പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന സർവീസ്. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ വാടകയ്ക്ക് കൊടുത്താൽ ആ സർവീസിന് ഇനി മുതൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആവും. അതാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന പോയിന്റ്. അപ്പോൾ ആർക്ക് കൊടുത്താൽ ആണ് ഇത് ആപ്ലിക്കബിൾ ആവുക? ആര് കൊടുത്താൽ, ആർക്ക് കൊടുത്താൽ? സപ്ലയർ ഓഫ് സർവീസ് ആരാണ്? റെസിപ്പിയൻ്റ് ഓഫ് സർവീസ് ആരാണ്? സപ്ലയർ ഓഫ് സർവീസ് എനി പേഴ്സൺ അതർ ദാൻ എ ബോഡി കോർപ്പറേറ്റ് എന്നാണ്. റെസിപ്പിയൻ്റ് എ ബോഡി കോർപ്പറേറ്റ് ലൊക്കേറ്റഡ് ഇൻ എ ടാക്സബിൾ ടെറിട്ടറി. അതായത് സപ്ലയർ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ എന്നെയോ നിങ്ങളെയോ പോലുള്ള ഇൻഡിവിജ്വൽസ് ആവാം, അല്ലെങ്കിൽ ഫേംസ് ആവാം, AOP ആവാം, BOI ആവാം, HOF ആവാം, ആര് വേണമെങ്കിലും ആവാം. പക്ഷേ ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആവരുത്, കമ്പനികളാവരുത് എന്നാണ്. റെസിപ്പിയൻ്റോ കമ്പനി ആയിരിക്കണം. മാത്രവുമല്ല ആ ബോഡി കോർപ്പറേറ്റ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന ആളായിരിക്കണം? ഇൻ ടാക്സബിൾ ടെറിട്ടറി. അപ്പോൾ ഇതാണ് ഇപ്പോൾ വന്ന് ഇത്തരം സർവീസുകൾക്ക് ഇനി മുതൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക. ഇതാണ് വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. പക്ഷേ അവിടെയും ഒരു ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ അവർക്ക് ഏത് ഓപ്റ്റ് ചെയ്യാം? ഫോർവേഡ് ചാർജ് മെക്കാനിസം ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ആ ഒരു ക്ലോസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ അവർക്ക് ഫോർവേഡ് ചാർജ് മെക്കാനിസം ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ഓപ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏതിലേക്ക് പോകാം? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലേക്ക് പോകാം. ഇതേ കാര്യം നമ്മൾ GTA കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. 13/2017 ആദ്യത്തെ പോയിന്റ് ആയിരുന്നു GTA, ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി. പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട് GTAക്ക് വേണമെങ്കിൽ ഫോർവേഡ് ചാർജ് മെക്കാനിസം ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം വഴി ലയബിലിറ്റി ആരിലേക്ക് കൈമാറാം? റെസിപ്പിയൻ്റിലേക്ക് കൈമാറാം. അതേപോലുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നു. ആര് വിട്ടുകൊടുക്കുന്നു? എനി പേഴ്സൺ അതർ ദാൻ എ ബോഡി കോർപ്പറേറ്റ്. ആർക്ക് കൊടുക്കുന്നു? ബോഡി കോർപ്പറേറ്റ് ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. ടാക്സബിൾ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഇന്ത്യ. ഒന്നുകിൽ ഫോർവേഡ് ചാർജ് മെക്കാനിസം ഫോളോ ചെയ്യാം, അത് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ബാധ്യത ആർക്ക് വിട്ടുകൊടുക്കുക? റിവേഴ്സ് ചാർജ് മെക്കാനിസം വഴി അത് ആ ബോഡി കോർപ്പറേറ്റിലേക്ക് എത്തിപ്പെടും. അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്ന പുതിയൊരു അഡീഷൻ ക്ലോസ് നമ്പർ 16 ആണ്. ക്ലോസ് നമ്പർ 16 ലെൻഡിങ് ഓഫ് സെക്യൂരിറ്റീസ് എന്നൊരു സർവീസിനെ പറ്റിയാണ് പറയുന്നത്. ലെൻഡിങ് ഓഫ് സെക്യൂരിറ്റീസ് ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പഠിക്കുന്ന ആൾക്കാർക്ക് അതൊരു പുതുമയുള്ള കാര്യമായിരിക്കും. സെക്യൂരിറ്റീസ് നമ്മൾ ബോറോ ചെയ്യുന്നതിനെ പറ്റിയും സെയിൽ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സെക്യൂരിറ്റീസ് ലെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, സെക്യൂരിറ്റീസ് ലെൻഡിങ് സ്കീം എന്നൊരു സ്കീം തന്നെയുണ്ട്, അപ്രൂവ്ഡ് ബൈ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ സെക്യൂരിറ്റീസ് ലെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ സാധിക്കും. ഇതിനെയാണ് സെക്യൂരിറ്റി ലെൻഡിങ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഫൈനൽ ലെവലിലേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് എന്നൊക്കെ പറയുന്ന നിയമം പഠിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ ലെൻഡിങ് സ്കീമിനെ പറ്റിയിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കും. സെക്യൂരിറ്റി ലെൻഡിങ് ആക്ടിവിറ്റി ഇത് സാധാരണ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആൾക്കാർക്ക് സാധിക്കുന്ന കാര്യമില്ല. റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഇത് പറ്റത്തില്ല.
പ്രധാനമായും സ്റ്റോക്ക് ബ്രോക്കേഴ്സ് തമ്മിലായിരിക്കും ഈ ഒരു ഇടപാട് നടക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത് പോയിന്റ് നമ്പർ ഇത്രയേ ഉള്ളൂ. നമ്മുടെ GSTക്കകത്ത് കാര്യം വളരെ സിമ്പിളാണ്. ഇത്രേ പറയുന്നുള്ളൂ. ഒരു വ്യക്തി തൻ്റെ കൈവശം ഇരിക്കുന്ന സെക്യൂരിറ്റി മറ്റൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാണ്? ലെൻഡ് ചെയ്യാണ്. സോ ലെൻഡർ, ബോറോവർ. ലെൻഡർ തൻ്റെ കൈവശം ഇരിക്കുന്ന സെക്യൂരിറ്റി ബോറോവർക്ക് ലെൻഡ് ഔട്ട് ചെയ്താൽ ആ സർവീസ് അതൊരു സർവീസാണ്, ഒരു സപ്ലൈ സർവീസാണ്. അവിടെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക. സോ അവിടെ ലൈബിലിറ്റി വരുന്ന ആർക്കായിരിക്കും? ബോറോവർക്കായിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ലെൻഡിങ് ഓഫ് സെക്യൂരിറ്റി? ആ കൺസെപ്റ്റിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷേ ആ ആക്ടിവിറ്റിക്ക്, ആ സപ്ലൈ ഓഫ് സർവീസിന് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആയിരിക്കും ആപ്ലിക്കബിൾ ആകുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട് പുതുതായിട്ട് വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. നോട്ടിഫിക്കേഷൻ നമ്പർ 13/2017 3 അഡീഷൻസ് ആണ് വന്നിരിക്കുന്നത്. 9A, ക്ലോസ് 9A, അതായത് ക്ലോസ് 9 ഉൾപ്പെട്ട ഓഥറിന് വേണ്ടിയിട്ട് പുതിയൊരു ക്ലോസ് ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തെ അതിലേക്ക് മാറ്റി. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇനി മുതൽ അദ്ദേഹത്തിന് ഒന്നുകിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഫോർവേഡ് ചാർജ് മെക്കാനിസം ഫോളോ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ 9A എന്ന് പറയുന്ന പുതിയതിലേക്ക് മാറ്റിയത്. പിന്നെ ക്ലോസ് നമ്പർ 15, ക്ലോസ് നമ്പർ 16.